വനിതാ ദിനത്തിൽ കേരളത്തിൽ ആദ്യത്തെ വനിതാ പഞ്ചവാദ്യ സംഘം അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. എടപ്പാൾ സോപാനം പഞ്ചവാദ്യ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വാദ്യകലാ രംഗത്തെ ഏറ്റവും വലിയ വനിതാ മാതൃക പഞ്ചവാദ്യ സംഘത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പുരുഷാധിപത്യമായി കണക്കാക്കപ്പെട്ട താളവാദ്യ രംഗത്താണ് സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം വാദ്യതാള രംഗത്ത് ശ്രദ്ധേയമാകുന്നത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ ദീർഘകാല പരിശീലനത്തിനൊടുവിലാണ് 70 സ്ത്രീകൾ ഉൾപ്പെടുന്ന മാതൃക വനിതാ പഞ്ചവാദ്യ സംഘം വാദ്യകല അവതരിപ്പിക്കുന്നത്. ചങ്ങരംകുളം, എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സംഘത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, വീട്ടമ്മമാർ, സർക്കാർ ജീവനക്കാർ തുടങ്ങിയ വിവിധ മേഖലയിൽ നിന്നുള്ളവരാണ് പ്രവർത്തിക്കുന്നത്. മദ്ദളത്തിൽ 12 പേരും തിമലയിൽ 21 പേരും ഇടക്കയിൽ 6 പേരും അണിനിരക്കുമ്പോൾ പിന്നണിയിൽ 15 പേർ കൊമ്പും 21 പേർ ഇലത്താളത്തിലും അരങ്ങ് തകർക്കും. 6 മാസത്തിലധികമായി സംഘം കഠിന പരിശീലനത്തിലായിരുന്നു. അവസാനഘട്ട പരിശീലനം ശനിയാഴ്ച നടക്കും. 16 വർഷമായി പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ പ്രശസ്ത വാദ്യകലാകാരൻ സന്തോഷ് ആലങ്കോട് നയിക്കുന്ന അധ്യാപക സംഘമാണ് സ്ത്രീകൾക്ക് മികച്ച പരിശീലനം നൽകുന്നത്. 8 വയസ്സുള്ള ശിവന്യ മുതൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി അടക്കമുള്ള 75 സ്ത്രീകളാണ് സാരി അണിഞ്ഞ് പഞ്ചവാദ്യം അവതരിപ്പിക്കുക. 70 നിറവിലും വാദ്യരംഗത്ത് എത്താൻ കഴിഞ്ഞതിൽ ആത്മസംതൃപ്തിയാണെന്ന് പി വി വിജയലക്ഷ്മി പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ കാരണം പെരുമ്പടപ്പ് ബ്ലോക്കിൻ്റെ വയോജനോത്സവത്തിനോടനുബന്ധിച്ച് ഇടയ്ക്കവാദനം ഉണ്ടായിരുന്നു. അത് അന്ന് സന്തോഷാശാനെ കൂടി അവിടെ കണ്ടപ്പോഴാണ് എല്ലാവരും കൊട്ടുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പഠിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെയാണ് അന്വേഷിച്ച് അങ്ങനെ സോപാന സംഗീതമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ മൂക്കുതല കേന്ദ്രീകരിച്ചിട്ട് 10-12 പേരുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം തുടങ്ങി. പിന്നീട് ഇങ്ങോട്ട് കണ്ടനകത്തേക്ക് വരലും അങ്ങനെയാണ് പഞ്ചവാദ്യം എന്നുള്ള അത് ആശാനും കൂടെ പറഞ്ഞപ്പം എന്നൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതാണ്. ഇപ്പം ഒരു പുതുമയല്ലേ, അപ്പോൾ ഞങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമായി, ഞങ്ങളിങ്ങനെ ചെയ്യണം. പിന്നെ ഇങ്ങനൊരു സ്ഥാപനം വളർന്നു വരുന്നതിൻ്റെ കൂടെ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത്. 7 വയസ്സ് മുതൽ 73-75 വയസ്സ് വരെ ഉള്ളവരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ. അപ്പോൾ ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഇത് പഠിക്കലും ചൊല്ലു പഠിക്കലും ഇതൊക്കെ തന്നെയാണ് ജോലി. ഉണ്ട് എല്ലാവരിലും മാറ്റമുണ്ട്. അത് തന്നെ ഒരു ഹാപ്പി മൂഡല്ല ഇവിടെ വരുമ്പോൾ. ഞായറാഴ്ച രാവിലെ 9:30 എടപ്പാൾ കണ്ടനകത്ത് സോപാനം സ്കൂൾ ഓഫ് വാദ്യകലാ പഠന കേന്ദ്രത്തിൽ 75 പേരടങ്ങുന്ന മാതൃക പഞ്ചവാദ്യ സംഘവും സ്ത്രീകളുടെ കഴിവും ആത്മവിശ്വാസവും സമന്വയിപ്പിച്ച് മദ്ദളം, ഇടയ്ക്ക, തിമില, കുഴൽ, താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളുമായി ഇവർ വേദിയിലെത്തി 1 മണിക്കൂർ ദൈർഘ്യമുള്ള കേരളത്തെ ത്രസിപ്പിക്കുന്ന വാദ്യവൈവിധ്യമായ പഞ്ചവാദ്യം അവതരിപ്പിക്കുമെന്ന് സോപാനം ചീഫ് കോർഡിനേറ്റർ VS സൂര്യ വെൽന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ ശരിക്കും വെല്ലുവിളി തന്നെ ആയിരുന്നു. ആശാനെ സംബന്ധിച്ചിടത്തോളം സന്തോഷ് ആശാൻ്റെ ബേസിക് നേച്ചർ വെല്ലുവിളികൾ ഏറ്റെടുക്കലാണ്. അപ്പം നമ്മൾ കുറച്ച് പേര് അതിൻ്റെ കൂടെ നിന്നു. ഓഫീസിലുള്ളവരും ഞങ്ങൾ കുറച്ച് കോർഡിനേറ്റേഴ്സും കുറച്ച് രക്ഷിതാക്കളും ആദ്യം അതിൻ്റെ കൂടെ നിന്നു. പിന്നെ നമുക്കുള്ള വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റിലേക്കും ആളുകളെ കണ്ടെത്തലായിരുന്നു. അതിൽ ആദ്യം വിചാരിച്ചത് മദ്ദളത്തിന് നമുക്ക് ആളെ കിട്ടാനായിരിക്കും പ്രയാസം എന്നാണ്. പക്ഷേ വളരെ ആക്റ്റീവായിട്ടന്നൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അജിത ടീച്ചർ മുതലുള്ള ഒരു ടീം ഞങ്ങൾ ചെയ്തോളാം, ഗീത ടീച്ചർ പോലുള്ള ടീം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരാദ്യം മദ്ദളത്തിലേക്ക് വന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും തിമില വേണമെന്നായിരുന്നു. പക്ഷേ തിമിലയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ തിമില, ഇലത്താളം. പിന്നെ കിട്ടാനുള്ള പ്രയാസം കൊമ്പിലായിരുന്നു. കൊമ്പ് ശരിക്കും ആദ്യത്തെ ഒരു 4-5 മാസം നമുക്ക് 6 പേര് 7 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതിനൊരു നോട്ടീസ് പോലെ ഒരു ബ്രോഷർ പോലെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കൊടുത്ത് നമുക്കിങ്ങനെ വനിതകൾ അഡ്മിഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് പിന്നെ വന്നവരെല്ലാവരും അവരുടെ സ്വന്തം ആഗ്രഹപ്രകാരം, അതായത് ഇതിൽ നമുക്ക് നിൽക്കാം, നമുക്ക് ചെയ്യാം, ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കാം, സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കണക്കാക്കി വന്നവരാണ് പിന്നീട് വന്നവരൊക്കെ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30 to 35 റേഞ്ചിലാണ് നമുക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു 2 മാസം മുന്നേ ഒരു 64 വരെ ഉണ്ടായി. പിന്നീടാണ് നമുക്ക് കൊമ്പിലാണ് പിന്നെ ഒരു വലിയൊരു ഹൈക്ക് നമുക്ക് ഫീൽ ചെയ്തത്. ഒരു 14ഓളം പേര് പെട്ടെന്ന് നമുക്കിതിലേക്ക് വന്നു, കൊമ്പിലേക്ക് വന്നു. ആ കൗണ്ട് പിന്നെ നമ്മൾ 72-ൽ
എത്തി. അരങ്ങേറ്റത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സ് സ്ത്രീ പ്രവർത്തകയും അന്വേഷി വിമൻസ് കൗൺസിലിംഗ് സെന്റർ പ്രസിഡന്റുമായ കെ അജിത ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാർ അധ്യക്ഷത വഹിക്കും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA മാരായ KT ജലീൽ, P നന്ദകുമാർ, നോർക്ക ചെയർമാൻ P ശ്രീരാമകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, നാടക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര എന്നിവർ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 4 മണി മുതൽ ആറങ്ങോട്ടുകര കലാപാഠശാലയിലെ നാടകം ഇടനിലങ്ങൾ, കുചേലവൃത്തം, കഥകളി എന്നിവയും അരങ്ങേറും.